നമസ്കാരം. എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ ഫ്രാൻസിസ് മാത്യു, തിരുവചനത്തെ ആസ്പദമാക്കി ഇന്നെനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വരികയാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വരികൾ. അത് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ മക്കളെ രക്ഷിക്കുവാനായി കർത്താവ് മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് മോശയെ ഭാരമേൽപ്പിക്കുന്ന ഒരു ചെറിയ വ്യൂ ആണ്. അതെങ്ങനെയാണ്, അതിൻ്റെ ഒരു പശ്ചാത്തലമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. മോശ തൻ്റെ അമ്മായിയപ്പൻ്റെ ആടുകളെ മേച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മല എന്ന് വിളിക്കപ്പെടുന്ന ഹോറബിൽ എത്തിച്ചേർന്നു. അവിടെ ഒരു മുൾപടർപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് ജ്വലിച്ചുയരുന്ന അഗ്നിയിൽ കർത്താവിൻ്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു. അവൻ ഉറ്റുനോക്കി. മുൾപടർപ്പ് കത്തി ജ്വലിക്കുകയായിരുന്നു, എങ്കിലും അത് എരിഞ്ഞ് ചാമ്പലാകുന്നില്ല. മോശ പറഞ്ഞു, ഈ മഹാദൃശ്യം ഞാൻ അടുത്തു ചെന്ന് കാണട്ടെ. അത് കാണുവാനായി മോശ മുമ്പോട്ട് വരുന്നത് കർത്താവ് കണ്ടു. മുൾപടർപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് കർത്താവ് മോശയെ വിളിച്ചു. മോശ വിളി കേട്ടു, ഇതാ ഞാൻ. കർത്താവ് തുടർന്നു, നീ അടുത്തു വരരുത്. നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. നീ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് ഉറവിക്കുക. അപ്പോൾ മോശ ചോദിച്ചു, നീ ആരാണ്? അവിടുന്ന് മറുപടി നൽകി, ഞാൻ നിന്റെ പൂർവ്വപിതാക്കന്മാരുടെ ദൈവമാണ്, അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം. ഇത് കേട്ടപ്പോൾ മോശ മുഖം മറച്ചു. അവന് ദൈവത്തിൻ്റെ നേരെ നോക്കുവാൻ ഭയമായിരുന്നു. അവിടെ വെച്ചാണ് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ മക്കളെ രക്ഷിക്കുവാനായി കർത്താവ് മോശയെ ഭാരമേൽപ്പിച്ചത്.